2026 PSC എക്സാം കലണ്ടർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എക്സാക്റ്റ് ടൈമോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും കറക്റ്റ് ഇതേ മാസങ്ങളിൽ തന്നെ പരീക്ഷ നടക്കും. 2026 ജനുവരി മുതൽ ഡിസംബർ വരെ എക്സാമിൻ്റെ മാസങ്ങളാണ്. നമുക്കറിയാം ജനുവരി 24 അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ, അപ്പോൾ വുമൻ്റെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി 7 വുമൺ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമും വരുന്നുണ്ട്. ഈ പിക്ചർ നോക്കിയേ, ഇതിനകത്ത് 2026 ഇമ്പോർട്ടൻ്റ് എക്സാംസും അതിൻ്റെ കാറ്റഗറി നമ്പർ, പ്രിലിംസ് ഉണ്ടോ ഏത് മാസത്തിലാണെന്നും മെയിൻസ് അതിൻ്റെ ഏത് മാസത്തിലാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 5 എക്സാമിന് നമുക്ക് പ്രിലിംസ് ഇല്ല. സിവിൽ പോലീസ് ഓഫീസറിന് പ്രിലിംസ് ഇല്ല, സിവിൽ എക്സൈസ് ഓഫീസറിനില്ല, ഫയർമാനില്ല, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിനില്ല, VFAക്കില്ല. ആലോചിച്ച് നോക്കിയേ, ഈ 5 എണ്ണത്തിന് ഈ പ്രിലിംസ് എന്ന് പറയുന്ന ബാലികേറാമലയില്ല. നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ മിക്ക ആൾക്കാരും കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാം. അതിൻ്റെ മെയിൻസ് എന്ന് പറയുമ്പോൾ ജൂൺ ടു ഓഗസ്റ്റ്, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഇതിലേതെങ്കിലും ഒരു മാസം നടക്കാൻ സാധ്യതയുണ്ടെന്നല്ല നടക്കും. അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം മെയ് ടു ജൂലൈ ആണ് കേട്ടോ. മെയ്, ജൂൺ, ജൂലൈ ഇതിലേതെങ്കിലും ഒരു മാസം നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം നടക്കും. ഫയർമാൻ്റെ എക്സാം ജൂലൈ ടു സെപ്റ്റംബർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇതിലേതെങ്കിലും ഒരു മാസം ഫയർമാൻ്റെയും നടക്കും. അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ എക്സാം ഏപ്രിൽ ടു ജൂൺ, ഏപ്രിൽ, മെയ്, ജൂൺ ഇതിലേതെങ്കിലും ഒരു മാസമായിരിക്കും അത് നടക്കാൻ സാധ്യതയുള്ളത്. ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് VFA എന്ന് പറയുന്ന എക്സാം. ഇതിൻ്റെ എക്സാം സെപ്റ്റംബർ ടു നവംബർ ഈ മന്തിൽ എപ്പോഴെങ്കിലും വരും. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഇതിലേതെങ്കിലും ഒരു മാസം നമുക്കിതിൻ്റെ എക്സാം ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. ഇനി നമുക്ക് പ്രിലിംസ് ഉള്ള എക്സാമിനെ പറ്റി നോക്കാം. പ്രിലിംസ് ഉള്ള എക്സാമിലെ ഏറ്റവും മെയിനായിട്ടുള്ള എക്സാമാണ് ബെബ്കോ LDയും കമ്പനി ബോർഡ് LGSഉം. ഇതിൻ്റെ പ്രിലിംസ് നമുക്ക് നടക്കുന്നത് ജൂലൈ ടു സെപ്റ്റംബർ മാസത്തിലാണ്. അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇതിലേതെങ്കിലും ഒരു മാസത്തിൽ നമുക്ക് എന്ത് നടക്കും? ഇതിൻ്റെ പ്രിലിംസ് നടക്കും. ഇതിൻ്റെ മെയിൻസ് നടക്കുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇതിലേതെങ്കിലും ഒരു മാസത്തിൽ നമുക്ക് ഇതിൻ്റെ മെയിൻസും നടക്കും. അപ്പോൾ പ്രിലിംസ് മെയിൻസുമായിട്ട് അധികം ഡിഫറൻസ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ എക്സാം നടക്കും. ഒരുപാട് പേര് കാത്തിരിക്കുന്ന എക്സാമാണ് ഈ 10th ലെവൽ എക്സാം എന്ന് പറയുന്നത്. ഈ ബെബ്കോ LD ആയാലും കമ്പനി ബോർഡ് LGS ആയാലും പിന്നെ നമ്മുടെ VFA ആയാലും ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻ്റ് ഉള്ളതും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളതുമായിട്ടുള്ള എക്സാമാണ് ഈ 10th ലെവൽ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്തോണം, നല്ലപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തോണം. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 20 റാങ്കിനുള്ളിൽ തന്നെ നമുക്ക് എത്താൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തത് ഡിഗ്രി ലെവൽ എക്സാംസ് ആണ്. ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് മെയിനായിട്ട് 5 എണ്ണമാണ് നടക്കുന്നത്. അസിസ്റ്റൻറ്റ് ഇൻ യൂണിവേഴ്സിറ്റി, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1, എക്സൈസ് ഇൻസ്പെക്ടർ, SBCID ഇതിൻ്റെയൊക്കെ കോമൺ പ്രിലിംസ് മെയ്, ജൂൺ, ജൂലൈ മാസത്തിൽ നടക്കും. അപ്പോൾ ഈ 5 എണ്ണത്തിൻ്റെ കോമൺ പ്രിലിംസ് നടക്കുന്നത് മെയ്, ജൂൺ, ജൂലൈ മാസത്തിലാണ്. ഇതിൻ്റെ മെയിൻസ് നടക്കുന്നതെന്ന് പറയുമ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഇതിൻ്റെ മെയിൻസും നടക്കും. ഇതിൽ റാങ്ക് ലിസ്റ്റ് അവസാനിച്ച 2 തസ്തികകളാണ് എക്സൈസ് ഇൻസ്പെക്ടറും SBCIDയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് വരാനും ജോലി കയറാനുമുള്ള സാധ്യത ഏറ്റവും കൂടുതൽ, ഏറ്റവും പെട്ടെന്ന് തന്നെ ജോലി കയറാനുള്ള സാധ്യതയുള്ള 2 തസ്തികകളാണ് ഈ എക്സൈസ് ഇൻസ്പെക്ടറും SBCIDയും. അതുപോലെ തന്നെ എന്നെ പോലെയുള്ള പവർ ജോലി ഇഷ്ടപ്പെടുന്ന കുറേ പേര് ആഗ്രഹിക്കുന്ന സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാം അത് എല്ലാ വർഷവും വിളിക്കും. പക്ഷേ നമ്മൾ എല്ലാ വർഷവും വിളിക്കുമെന്ന് പറഞ്ഞാൽ ഈ വർഷം പോട്ടെ അടുത്ത വർഷം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മളിപ്പം തന്നെ പഠിച്ചു തുടങ്ങുക, ഈ വർഷം തന്നെ ജോലി കയറാൻ നോക്കുക. 3 വർഷം കാലാവധിയുള്ള എക്സാമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, SBCID എന്നിവ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, ഇപ്പം നന്നായി പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊരു എക്സാം ഇനി വേണമെങ്കിൽ 3 വർഷം കഴിയണം. അപ്പോൾ വേക്കൻസി ഇത്രയും കിട്ടണമെന്നുമില്ല. കാരണം ഇപ്പോൾ ചെറിയ പിള്ളേരാണ് ജോലിയിൽ കയറുന്നത്, റിട്ടയർമെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരം ഇനി ഈ 3 വർഷം കഴിയുമ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ യൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് തന്നെ പഠിച്ചോളുക. ഗ്രാജുവേറ്റ് ലെവൽ എക്സാമാണ്, സാലറിയും കൂടുതലാണ്, പിന്നെ ഈ 10th ലെവൽ എക്സാമിൻ്റെ അത്രയും കോമ്പറ്റീഷനും ഇല്ല. അപ്പോൾ എല്ലാവരും പറയൂ ഗ്രാജുവേറ്റ് ലെവലല്ലേ എങ്ങനെ കിട്ടാനാ, 10th ലെവൽ കിട്ടുന്നില്ല, അത് ചുമ്മാതാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻ്റ് കുറവുള്ളതും എന്നാൽ നമുക്ക് പഠിച്ചാൽ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ കിട്ടാൻ സാധ്യതയും ഗ്രാജുവേറ്റ് ലെവലുണ്ട്. 10th ലെവലിലാണ് നമുക്ക് നല്ല കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാത്തിനും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. നല്ലപോലെ പഠിച്ചാൽ നമുക്ക് ആദ്യത്തെ റാങ്കിൽ തന്നെ കയറാൻ പറ്റും.
കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, ഈ 2 തസ്തികയിലും ഒരുപാട് വേക്കൻസി ഉള്ള 2 എക്സാമാണ് കേട്ടോ. നന്നായിട്ട് പഠിച്ചോ, നമ്മൾ ഉറപ്പായിട്ടും ജോലിയിൽ കയറും. നല്ലപോലെ വേക്കൻസി ഉള്ള 2 എണ്ണമാണ് നമുക്ക് ഈ 2026 നമ്മുടെ ഭാഗ്യമായിട്ട് കൊണ്ട് തന്നേക്കുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും കമ്പനി ബോർഡ് LGSഉം. നമ്മൾ പഠിച്ചോ, ആദ്യത്തെ റാങ്കിൽ 2027 മാർച്ച് ഓർ ഏപ്രിലിനുള്ളിൽ നമുക്ക് ജോലി കയറാൻ ഉറപ്പായിട്ടും പറ്റിയിരിക്കും. ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ ഡേറ്റ് എല്ലാ വർഷവും ഏപ്രിൽ ടു ജൂൺ ആണ് വരാറുള്ളത്. ഈ പ്രാവശ്യം മെയ് ടു ജൂലൈ ആണ്. കാരണം എന്ന് പറയുമ്പോൾ ഇലക്ഷനാണ് ഏപ്രിൽ, അതുകൊണ്ടാണ്. ഇനി നമ്മുടെ കയ്യിൽ അതുകൊണ്ട് 4 മാസമുണ്ട്. ഈ 4 മാസം നന്നായിട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡിഗ്രി പ്രിലിംസ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 ലെവൽ എക്സാം സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക. രാവെന്നില്ല പകലെന്നില്ലാതെ ഒരു ഫിക്സഡ് ടൈം ടേബിൾ വെച്ച് എല്ലാത്തിനും വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതിനുള്ള ഫലം നമുക്ക് കിട്ടും. ഒരു നിമിഷം പോലും വെറുതെ കളയാനില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ മടിയും മറ്റു കാഴ്ചപ്പാടും ഒക്കെ, ചിന്താഗതി, ഓവർ തിങ്കിങ്ങും ഒക്കെ മാറ്റി വെച്ചാൽ നമുക്ക് റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മുടെ എക്സാംസ് എന്ന് പറയുമ്പോൾ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, VFA, ഇത്ര എക്സാമിന് നമുക്ക് എന്തില്ല, പ്രിലിംസ് ഇല്ല. ഇതിൻ്റെയൊക്കെ എക്സാം ഡേറ്റ് എന്ന് പറയുമ്പോൾ ജൂൺ ടു ആഗസ്റ്റും മെയ് ടു ജൂലൈ, ജൂലൈ ടു സെപ്റ്റംബർ, ഏപ്രിൽ ടു ജൂൺ, ഈ മാസങ്ങളിലാണ്. പിന്നെ ബാക്കിയുള്ള എക്സാമിനെല്ലാം നമുക്ക് പ്രിലിംസ് ഉണ്ട്. 10th ലെവൽ മെയിനായിട്ട് പ്രിലിംസ് ഉള്ള എക്സാംസാണ് ബെവ്കോ, LDയും കമ്പനി ബോർഡ് LGSഉം. പിന്നെ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലായിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1, SBCID, ഇത്രയും തസ്തികകൾ ഇപ്പോഴേ പഠിച്ചോ, ഉറപ്പാണ് അടുത്ത വർഷം നമ്മൾ ജോലിയിൽ കയറിയിരിക്കും. ഈ ഒരു വാശി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അതായത് ഈ തുടക്കത്തിലുള്ള ആവേശം പിന്നീട് കുറയാതെ ഇതേ ഫ്ലോയിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും നമ്മുടേതായ ഒരു സ്ഥാനം ഇവിടെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തമായ പ്ലാനിൽ മുന്നോട്ട് പോവുക, ഫിക്സഡ് ടൈം ടേബിൾ ഉണ്ടാക്കുക, കാര്യങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടാക്കുക, അറിയാൻ വയ്യാത്ത പോർഷൻ ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകി പഠിക്കുക. ഈ 2026 നിങ്ങളുടെ വർഷമായിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.